ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. പ്രൊമോ ഒക്കെ കണ്ട് എല്ലാവരും ആകാംക്ഷയോടെ എന്തായിരിക്കും ലാലേട്ടൻ പറയുന്ന പ്രൊമോയിലുള്ള അത്രയും കാര്യങ്ങൾ തന്നെ പറയുമോ, അത് നമുക്ക് വെറുതെ ഒരു പ്രൊമോ കാണിച്ച് എല്ലാവരെയും അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാണോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും പ്രൊമോയിൽ കാണിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ ചോദിച്ചിരിക്കുകയാണ്. പക്ഷെ ആ ചോദിച്ചിരിക്കുന്ന കാര്യത്തിൽ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളോട് ചോദിക്കേണ്ട കാര്യങ്ങളിൽ എല്ലാം ന്യായമായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പല കാര്യങ്ങളും ചോദിക്കാതെ വിട്ടുപോയിട്ടുണ്ട്. അത് ഈ ഒരു വീക്കെൻഡിൽ കാണിച്ചിട്ടില്ല. ഇനി നാളത്തെ എപ്പിസോഡിൽ അത് ചോദിക്കോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടറിയാം. അപ്പൊ അനുമോളോട് ചോദിച്ച കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ, നിങ്ങൾ കാണാത്ത കാര്യമാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞത് എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് തന്നെയാണ് ലാലേട്ടൻ ചോദിച്ചത്. പക്ഷേ ഇവിടെ ഏറ്റവും സ്ട്രോങ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിച്ചത് എന്താണ്, അനുമോള് ലാലേട്ടൻ ഭയങ്കര ഷൗട്ടിയും ചൂടാകുമ്പോൾ ഉടനടി മാപ്പ് പറയും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അനുമോള് ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇങ്ങനെ ഒരു രീതിയിലാണ് അനുമോളുടെ ഗെയിം എങ്കിൽ അനുമോള് ഭയങ്കര ഇത് ഹൈയിലാണ് പോകുന്നത്. ഈ ഒരു കാര്യമൊന്നുമല്ല, ഇനി അനുമോള് വരുന്ന ഒരുപാട് ഇപ്പൊ ഇത്രയ്ക്കും സ്ട്രോങ് ആയിട്ട് ഒരു കാര്യത്തിലാണ് ഒരു ഉറച്ചു നിൽക്കുന്നത്. ഞാൻ കണ്ടു എന്ന് തന്നെയാണ് അനുമോള് പറയുന്നത്. അതായത് അനുമോളുടെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ അല്ലെങ്കിൽ അവരുടെ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് അനുമോള് പറഞ്ഞത്. ഞാൻ കണ്ടു എന്ന്, കണ്ടില്ല എന്നോട് ക്ഷമിക്കണം ലാലേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ഫാൻസിന് മൊത്തം അത് അപമാനമാണ്. അവർക്ക് വേണ്ടി പല ചാനലുകളുടെയും അടിയിൽ പോയിട്ട് കമൻറ്റ് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അതൊരു മോശമായേനെ. പക്ഷെ അവർ പറഞ്ഞു ഞാൻ കണ്ടു, അതെന്തുകൊണ്ട് ഞങ്ങളൊന്നും കണ്ടില്ല എന്നെങ്കിൽ ഞാൻ കണ്ടു, നിങ്ങൾ വേണമെങ്കിൽ അത് പ്രൂവ് ചെയ്തോ എന്നുള്ള രീതിയിലാണ് അനുമോള് പറഞ്ഞിരുന്നത്. സത്യമാണ്. ഇപ്പോൾ ലാലേട്ടനും അതുപോലെ ബിഗ് ബോസിന്റെ ക്രൂസ് മെമ്പേഴ്സും അത് തെളിയിക്കേണ്ട ഒരു രീതിയിലോട്ട് വന്നിരിക്കണം. അല്ലെങ്കിൽ അവർ ആ വീഡിയോ എടുത്ത് കാണിക്കണ്ടേ, നിങ്ങൾ കണ്ടില്ല ഇത്രയാണ് ഞങ്ങൾ കണ്ടത്, കാണിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളല്ലേ അതിലുണ്ടായിരിക്കുന്നത്. ഇവർക്കത് കാണിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരുന്നെങ്കിൽ അത് കാണിക്കുമായിരുന്നില്ലേ? ഇത്രയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അനുമോൾ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആ വീഡിയോ കാണിക്കുമായിരുന്നു. അത് എന്തുകൊണ്ട് വീഡിയോ അവർക്ക് കാണിക്കാൻ പറ്റിയില്ല? കാരണം അതിൽ കാണിക്കുക പൊതുജനത്തിന് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കുടുംബത്തോട് ഇരുന്ന് കാണാൻ പറ്റുന്ന സീൻ അല്ലായിരുന്നത് കൊണ്ട് തന്നെയാണ് അത് കാണിക്കാതിരുന്നത്. ഇപ്പോൾ ഉമ്മ വയ്ക്കുന്നതോ അതൊക്കെ പോട്ടെ, പക്ഷെ അവർ കിടന്നിരുന്ന രീതി, ജിസേലിന്റെ വസ്ത്രദാനം, ഇതെല്ലാം മോശമാണ്. ഇതൊക്കെ സദാചാരമാണ് കൊണ്ട് തള്ളിക്കളയുന്ന രീതിയിലേക്കൊന്നും മലയാളി പ്രേക്ഷകർ എത്തിയിട്ടില്ല. ഇവരൊക്കെ ഈ തർക്കിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അനുമോള് കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് തെറ്റാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇതിപ്പോൾ അനുമോളോടുള്ള അനുമോൾ വിജയിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അല്ലാണ്ട് അവർ ചെയ്ത കാര്യങ്ങൾ തെറ്റല്ല എന്നുള്ള മനോഭാവത്തിലുള്ള ആൾക്കാരൊന്നും അല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും അനുമോളാണ് സ്ട്രോങ് ആയിട്ട് കല്ലായിട്ട് അവിടെ നിന്നപ്പോൾ ഇതിൽ യാതൊന്നും തന്നെ ലാലേട്ട് പിന്നെ പറയാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം അവർ കുറ്റവിചാരണ നടത്തി. എനിക്ക് തെറ്റ് പറ്റിയത് ലാലേട്ടൻ, ഞാൻ വിചാരിച്ച പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് അവർ പറയുമ്പോൾ ഉടനടി എന്നാൽ നിങ്ങൾ അവരോട് മാപ്പ് പറയണം എന്നുള്ള രീതിയിലൊക്കെ വരുന്നു വിചാരിച്ചു. അവർ സ്ട്രോങ് ആയിട്ട് നിന്നു. ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ് എൻ്റെ അത് കണ്ടപ്പോൾ തോന്നിയത് കേട്ടോ. സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അനുമോൾ നിന്നിട്ടുള്ളത്. അനുമോൾക്ക് യാതൊരു തരത്തിലുള്ള തോൽവിയുണ്ടായില്ല. അനുമോൾ വധം ഫ്രൈ അതൊക്കെ ശരി തന്നെ. അത് പക്ഷേ ഈ വധം ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. അനുമോളെ ബുള്ളി ചെയ്ത ഒരുപാട് ആൾക്കാർ അതിലാണ്. ഇപ്പോൾ ഒരാളാണ് എവിക്റ്റ് ആയി പോയിരുന്ന അപ്പാനി. ഈ അപ്പാനി എവിക്റ്റ് ആയി പോയപ്പോൾ ശരിക്കും തകർന്നത് അക്ബറാണ്. അക്ബറിന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടതിൽ മാത്രമല്ല, അക്ബറിന് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കളി എവിടെയോ പാളിയിട്ടുണ്ടല്ലോ എന്നാണ് പോയിട്ടുള്ളത്. കാരണം പ്രേക്ഷക പിന്തുണ അപ്പാനിക്ക് ലഭിച്ചില്ല. ഈ അപ്പാനി അക്ബറും കൂടിയല്ലേ ഈ ഗെയിം മുഴുവൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അവരുടെ ആ ഗെയിമില് അത്ര നല്ല ഒരു പിന്തുണ പ്രേക്ഷകരുടെ ഇടയിൽ ഇല്ല എന്ന് അക്ബർ മനസ്സിലാക്കിയത് കൊണ്ടാണ് അക്ബർ ആകെ തകർന്നു പോയത്. രണ ഫാത്തിമ തകർന്നു, അതേപോലെ തന്നെ ആര്യൻ, ജിസേൽ, എല്ലാവർക്കും ഇതൊരു ഷോക്കായിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് വെറുതെ മസ്താനി ചെയ്ത് പറയുന്ന നമ്മുടെ ബിന്നി ഉണ്ട്. ആ ബിന്നി എന്തിനാണ് ഇത്രയും വലിയ ഇതിൽ പറയുന്നത്? അപ്പൊ മസ്താനി തിരിച്ചു ചോദിക്കുന്നുണ്ട്, എല്ലാവരും ഒരു ദിവസം പോകേണ്ടതാണ്, നീയും പോകേണ്ടതാണ്, നീ നാളെ പാക്ക് ചെയ്ത് വെച്ചിരുന്നു എന്നൊക്കെയാണ് മസ്താനി പറയുന്നത്. അപ്പൊ ഈ ബിന്നി എന്ന് പറയുന്ന വ്യക്തിയെ എന്തുകൊണ്ട് ലാലേട്ടൻ ചോദ്യം ചെയ്തില്ല? എന്താണ് ബിന്നി അനുമോളെ കുറിച്ച് പറഞ്ഞത്? അനുമോള് വശീകരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ്. ഒരു പെൺകുട്ടി തന്നെയാണ് അനുമോളും, ജിസേലിനെ പോലെ അല്ലെ. ജിസേലിനെ പോലെ കേരളത്തില് ആ കുട്ടി കേരളത്തിൽ വളർന്നൊരു കുട്ടിയാണ്. മറ്റേ ആളെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലോകം കണ്ട ഒരാളാണ്. അപ്പോൾ കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അനുമോൾക്കായിരിക്കും. ഇപ്പൊ ഈ കേരളക്കാരുടെ ചിന്താഗതി വളരെ ഇടുങ്ങിയ ചിന്താഗതി എന്നാണല്ലോ ഇവരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത് അല്ലെ. വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾക്കാരാണ് കേരളീയർ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ അനുമോൾക്ക് എതിരെ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും പറയുന്നത്. അപ്പൊ ഈ കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ള അനുമോളെ പോലുള്ള കുട്ടിയെ വശീകരിക്കാൻ ശ്രമിക്കുന്നു, ആര്യന്റെ ജീൻസിന്റെ ഉള്ളിലൂടെ കാലിടാൻ ശ്രമിക്കുന്നു, ആംഗ്യങ്ങൾ കാണിച്ച് വശീകരിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ബിന്നി പറഞ്ഞുണ്ടാകുമ്പോൾ ഇതൊക്കെ ശരിയാണോ എന്ന രീതിയിൽ എന്തുകൊണ്ട് ബിന്നിയോട് ലാലേട്ടൻ ചോദിച്ചില്ല? ഇനി ഇപ്പൊ
അനുമോളെ വേറെ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത അനുമോളെ ഒന്നും കൂടെ വഷളാക്കുന്ന ഒരുപാട് വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെയാണ് മസ്താനിയുടെ കാര്യം. മസ്താന് വൈൽഡ് കാർഡായിട്ട് വന്നു, വെറുതെ ആ സാബുമാനെ പോലെ മിണ്ടാതിരുന്നാൽ മതിയോ? എന്തെങ്കിലും പറഞ്ഞു പിന്നെ പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളത് വയലേറ്റ് ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ മുൻപ് സീസണിലൊക്കെ സായി വന്നിട്ട് ജാസ്മിനോട് എല്ലാ കാര്യങ്ങളും പുറത്തുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ? സായിയോട് ഇതുപോലെ എന്തെങ്കിലും കയർത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മസ്താനി അത് കണ്ടിട്ടായിരിക്കും ഇതിൽ വന്നിട്ടുണ്ടാവുക. അപ്പൊ മസ്താനി വിചാരിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ സീസണിൽ സായി വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും ഒരു തരത്തിലുള്ള ആക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്? പക്ഷെ അതൊരു ടേണിങ് ആയിരുന്നു ഈ ഗെയിമില്. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ അനുമോളും ഈ ശൈത്യം തമ്മിൽ തെറ്റിയത്. അതുപോലെ തന്നെ അവിടെ അപ്പാനിയും അക്ബറും ഒക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു മസ്താനി ഇട്ട് കൊടുത്തിട്ടുള്ള ഇതിൽ വന്ന് അല്ലേ ഇത്രയും ഷൗട്ടിങ്ങും പലതരത്തിലുള്ള കാര്യങ്ങളും ഇപ്പൊ അപ്പാനി തെറി വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. വൈൽഡ് കാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഈ സാബു മാൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ പോലെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ വൈൽഡ് കാർഡ് ആവും. അപ്പൊ പറയും ഇവര് പറയും വൈൽഡ് കാർഡൊക്കെ എന്താണ് മിണ്ടാത്തത്, നിങ്ങൾ എന്തെങ്കിലും കളിക്കണ്ടേ? കളിച്ചാൽ പറയും എന്താ നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നത്, കളിച്ചില്ലെങ്കിൽ പറയും നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് കളിക്കാനല്ലേ എന്ന് പറയും. ഗ്രൂപ്പിസം കളിച്ചാൽ പറയും എന്താണ് ഗ്രൂപ്പിസം എന്ന് പറയും. ഗ്രൂപ്പിസം കളിക്കാതിരുന്നാൽ പറയും നിങ്ങൾ എന്താണ് ഇങ്ങനെ കളിക്കുന്നത്. അപ്പൊ ഈ ബിഗ് ബിഗ് ബോസിന് തന്നെ ഒരു നിലപാടില്ല. ആര്യന്റെ പോലെയാണ്, ഒരു 8 നിലപാടാണ് ബിഗ് ബോസിനുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ലാലേട്ടൻ തന്നെ വന്നിട്ട് പറയണ കേൾക്കാറുണ്ട്, നിങ്ങൾ എന്താണ് ഇങ്ങനെ കളിക്കുന്നത്, ഇത് പൊതുജനങ്ങൾ കാണുന്ന ഒരു പരിപാടിയല്ലേ, നിങ്ങൾക്ക് ഇത്ര സഭ്യമായിട്ട് പെരുമാറിക്കൂടെ? അങ്ങനെ വരുമ്പോ പെരുമാറി സഭ്യമായിട്ട് നല്ല രീതിയിൽ മുക്കിരി ഇരുന്നാൽ പറയും നിങ്ങൾ എന്താ നന്മമരം കളിക്കുകയാണോ, വാഴയാണോ, അങ്ങനെ ചോദിക്കും. ഇതൊക്കെ അപ്പൊ മസ്താനി ഒന്ന് തുറന്ന് കളിക്കട്ടെ, മസ്താനിക്ക് തുറന്ന് വിടട്ടെ. അവര് അസഭ്യമൊന്നും പറയുന്നില്ലല്ലോ. അസഭ്യം പറയാതെ അവരെ കളിക്കുക. ഇപ്പൊ ഈ ഷാനവാസ് പറയുന്ന പോലെ, അക്ബർ പറയുന്ന പോലെ, അപ്പാനി പറയുന്ന പോലെ ഒന്നും പച്ചക്ക് തെറി വിളിക്കുന്നില്ല കുട്ടി എന്തായാലും. അപ്പൊ കളിക്കട്ടെ, വിട്ടുകൊടുക്കട്ടെ. അതിന് മസ്താനിയെ കുറെ അടിച്ചാടിയിരുത്തി. എന്നാൽ പിന്നെ അക്ബറിനെയും അപ്പാനെയും പിടിച്ചെഴുന്നേൽപ്പിച്ച് അല്ലെങ്കിൽ ആര്യനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് എന്തുകൊണ്ട് പിടിച്ച് ചോദിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ അനുമോളെ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നത് ചോദിക്കുന്നത്? അത് ആ കഴിഞ്ഞ വീക്കെൻഡില് അനുമോൾ പറഞ്ഞു എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് എന്നെ ഇങ്ങനെ ബുള്ളി ചെയ്യാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇതിന്റെ ഗെയിമാണ്, ഇത് ഗ്രൂപ്പിസം ഉണ്ടാവും എന്ന് പറഞ്ഞു. തുടക്കത്തിൽ പ്രൊമോല് പറഞ്ഞു ഗ്രൂപ്പിസം എന്ന് പറഞ്ഞ സാധനം ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഇതെന്താണ് നിലപാടെന്ന് എനിക്ക് മനസ്സിലാവുണ്ട്. ബിഗ് ബോസിന്റെ നിലപാട് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇതിവിടെ അനുമോൾ വധം കഴിഞ്ഞ് വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കാന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അനുമോളുടെ പ്രേക്ഷകർ പിന്തുണ കൂടെ ഉള്ളൂ, കാരണം അവർ സ്ട്രോങ് ആയിട്ട് നിന്നില്ലേ, അവർ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബിന്നിയുടെ കാര്യമാണെങ്കിൽ ലാലേട്ടൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, നാളത്തെ എപ്പിസോഡ് ചോദിക്കുമെന്ന് അറിയില്ല, അത് ചോദിക്കേണ്ടതാണ്. റെന ഫാത്തിമ തെറി വിളിച്ച് പട്ടി എന്ന് ഒരുപാട് തവണ അനുമോളെ വിളിച്ചിട്ടുണ്ട് ഇല്ലേ, അതെന്തുകൊണ്ട് ചോദിക്കുന്നില്ല? കുത്തുവാക്കുകൾ എഴുതിയുണ്ടാക്കി ഓരോ വരികൾ ഉണ്ടാക്കിയിട്ട് അക്ബർ പാട്ട് പാടുന്നത്. ഇന്നൊരു ഓണം സെലിബ്രേഷന് പോലും അവിടെ ഇരിക്കുന്ന എല്ലാ കണ്ടസ്റ്റന്റിനെയും കളിയാക്കുന്ന രീതിയിലാണ് അക്ബർ പാട്ടുകൾ എഴുതുന്നത്. സ്വന്തമായിട്ട് ഒരു വരി പോലും എഴുതാൻ പറ്റില്ല ഇദ്ദേഹത്തിന്. അപ്പൊ മറ്റുള്ള എല്ലാ കണ്ടസ്റ്റന്റും കളിയാക്കി അത് ബിഗ് ബോസിന്റെ ഒരു ഷോയിൽ വന്ന് ആസ്വദിച്ച് പാടുന്നു, അത് പ്രേക്ഷകർ കണ്ട് ചിരിക്കണം. അപ്പൊ അവിടെ ഇരിക്കുന്ന ഈ മറ്റുള്ള കണ്ടസ്റ്റൻസിന് അത് എത്രത്തോളം നോവുന്നുണ്ടോ? ലാലേട്ടൻ വന്നിരിക്കുന്ന ഒരു ഓണം സെലിബ്രേഷന്റെ ഒരു എപ്പിസോഡിലാണ് ഇദ്ദേഹം ഇപ്പോഴും ഒരു പാരഡി ഗാനം പറഞ്ഞത്. അതും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടി അദ്ദേഹം രസിക്കുന്നത്. അതിന് അനുമതി കൊടുത്ത് ലാലേട്ടൻ ബിഗ് ബോസ് ടീമും മറ്റുള്ള എല്ലാ കണ്ടസ്റ്റന്റിനെയും ഇവരിങ്ങനെ പാടിക്കൊണ്ട് കളിയാക്കിക്കൊണ്ടുള്ള ഒരു ഇതെന്ത് ഗെയിമാണിത്? അതിനൊന്നും ഒരു കുഴപ്പം ലാലേട്ടനില്ല. കഴിഞ്ഞ ഇതില് ഒരു സീസൺ 4 റിയാസിനെ റോബിൻ പതുക്കെ തട്ടിയതിനാണ് അപ്പൊ പുറത്താക്കിയത്. ഇതിലിപ്പോ ഷാനവാസ് എത്രയോ തവണ അക്ബറിനെ തട്ടുന്നു, അക്ബർ തിരിച്ച് തട്ടുന്നു, ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. അതുപോലെ ഷാനവാസ് എത്ര തവണ അച്ഛനെ വിളിക്കുന്നു ഇല്ലേ, മസ്താനിയുടെ അച്ഛനെ വിളിച്ചു, അതുപോലെ ഒരു വലിയൊരു തെറി അപ്പാനെ വിളിച്ചു. ഇതിനൊക്കെ ആ കുട്ടി കേട്ടോണ്ടിരിക്കണു. ആ കുട്ടിയെ അപ്പൊ അവര് ഗെയിം എടുക്കും. ഇതിനൊക്കെ കാരണക്കാരൻ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് തന്നെയാണ്. ഇത്രയധികം മസ്താനിയായിട്ട് വർക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. മസ്താനി കുറച്ച് കൂടുതലാണ്, ഓവറാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അതൊരു വൈൽഡ് കാർഡാണ്. അങ്ങനെ കളിച്ചില്ലെങ്കിൽ ഇത്രയും 30 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അവർ വന്നിട്ട് അവർ പിടിച്ചിട്ടുണ്ടേ അവരുടേതായിട്ടുള്ള ഇത്. മസ്താനി എന്ന് പറയുന്ന ഒരാൾ അതിനകത്ത് ഉണ്ടെന്ന് അറിയണ്ടേ. അപ്പൊ അവരുടേതായുള്ള ഒരു പുതിയ ഗെയിം ഇടും, അത് പല തരത്തിലിടും. അതിനെ അവർ തടയിട്ട് അവരെ ഭയങ്കര നെഗറ്റീവ് ആക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് അത് അത്ര നല്ല രീതിയിൽ മസ്താനിക്ക് പോകില്ല. മസ്താനിന്റെ ഒരു ഗെയിമിങ് ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കുട്ടി പറഞ്ഞത്. ലാലേട്ടനെ ചോദിക്കുമ്പോൾ എത്ര കൂളായിട്ടാണ് മറുപടി പറയുന്നത്, ഒരു പതറിച്ചില്ല, കൂളായിട്ട് നിന്നാണ് പറയുന്നത്. ചിരിച്ചു. കാരണം അപ്പാനും പുറത്ത് പോയപ്പോൾ ആ കുട്ടി ചിരിച്ച് എല്ലാ പ്രേക്ഷകർക്കും നന്ദി എന്ന് പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ചിരിച്ചതെന്ന് ചോദിച്ചു. അതിന് മറുപടി പറഞ്ഞു എന്നെ അത്രയും മോശപ്പെട്ട ഒരു തെറി വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അദ്ദേഹം പോയപ്പോൾ വളരെ സന്തോഷം തോന്നി. സ്വാഭാവികമല്ലേ, നമുക്ക് അതുപോലെ തന്നെയല്ലേ, നമ്മള് ഒരുപാട് തെറി വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ പോകുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവും. ഇല്ല എന്ന് പറഞ്ഞാൽ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതൊരു നന്മമാരുമായിട്ട് ഇരിക്കുകയാണ്. എന്തിനു നന്മമാരാവാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ബിഗ് ബോസിലേക്ക് പോകുന്നത്? അല്ലല്ലോ. മസ്താനി ചെയ്തതിൽ അവരുടെ സന്തോഷമാണ് അവരെ അറിയിച്ചത്. പോകുമ്പോൾ പോട്ടെ, അവരവിടെ കളിക്കാനും വിജയിക്കാനും വന്ന ആളാണ്. അപ്പോൾ എതിരാളിയാണ് അപ്പാനി. പോകുമ്പോൾ പോക്കട്ടെ, അത് അവരെ അത്രയും വലിയൊരു തെറി വിളിച്ചിട്ടാണ് ഇദ്ദേഹം പോകുന്നത്. അപ്പൊ ആ തെറി വിളിച്ച ഒരാൾ പുറത്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സന്തോഷം ഉണ്ടാവും. അതിനവിടെ നന്മമാരുമായിട്ട് അയ്യോ അപ്പാനി പോയല്ലോ, മറ്റുള്ള ആദ്യം ഒരു കരഞ്ഞിരിക്കണ പോലെ അല്ലെങ്കിൽ ബിന്നി കരഞ്ഞിരിക്കണ പോലെ ഇരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ബിന്നി മസ്താനിയെ തെറി വിളിച്ചപ്പോൾ എന്തുകൊണ്ട് അപ്പാനോട് ചോദിച്ചില്ല, താൻ എന്തിനാണ് ആ പെൺകുട്ടിയെ ഇങ്ങനെ തെറി വിളിച്ചത്? അവരൊരു സ്ത്രീയല്ലേ, ചോദിച്ചില്ലല്ലോ. അപ്പോൾ ശരിക്കും ഇരട്ടത്താപ്പിൽ നിൽക്കുന്ന ഒരാൾ ബിന്നിയൊക്കെയാണ്. അടുത്ത ദിവസങ്ങളിൽ ബിന്നിയുടെ ചീട്ടൊക്കെ കീറേണ്ട സമയമായിട്ടുണ്ട്. കാരണം അനുമോൾ എന്തെങ്കിലും തൊട്ട് കളിക്കാൻ പറ്റില്ല. അനുമോളുടെ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ അത് വേറെ ലെവൽ തന്നെയാണ്. അതുപോലെ തന്നെ മസ്താനൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവർ മുന്നോട്ട് പോകുന്ന ആൾക്കാർ. പിന്നെ പ്രേക്ഷകർ മസ്താനിയുടെ കാര്യത്തിൽ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു വെറുപ്പിക്കൽ ഒരു ഗെയിം ഉണ്ട്. അതുകൊണ്ട് പ്രേക്ഷകർ പെട്ടെന്ന് അവർ അംഗീകരിക്കുന്നില്ല. അനുമോളുടെ കാര്യം അങ്ങനെയല്ല. അനുമോൾക്ക് പ്രേക്ഷകർ പിന്തുണ ഇനി കൂടാനാണ് ചാൻസ്. കാരണം അവർ ഇന്നത്തെ കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ചിന്തിക്കും. അനുമോൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നമ്മുടെ മലയാളികൾ അങ്ങനെയാണ്. ഈ ജിസേലിൻ്റെയും ആര്യൻ്റെയും കൂടെ നിൽക്കാനായിട്ടുള്ള മലയാളികൾ വളരെ കുറച്ചുള്ളൂ. അത്രയും അഡ്വാൻസ്ഡ് ചിന്തിക്കുന്ന മലയാളികളൊന്നും എത്ര വലിയ തലപ്പത്തിരുന്നാലും ഇത്തരത്തിലുള്ള മോശം കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.